ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് ഒരു ബിരിയാണി കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രത്ത് ബേക്കറി ജംഗ്ഷനിൽ ഫുഡ് ടെക്സ് ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ബിരിയാണി മാത്രമേ കിട്ടുകയുള്ളൂ. മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ വെജ് ബിരിയാണി, അതുകൂടാതെ പിന്നെ ചിക്കൻ ഫ്രൈ കിട്ടും. അപ്പോൾ ഇത്രയും ഐറ്റംസ് മാത്രം സെർവ് ചെയ്യുന്ന, ബിരിയാണി മാത്രം കിട്ടുന്ന ഫുഡ് ടെക്സ്റ്റിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഡൊമിനോ ദിവക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 ട്രിവാൻഡ്രത്ത് ബേക്കറി ജംഗ്ഷനിൽ ഒരു ബിരിയാണി ടേക്ക് അവേ കൗണ്ടറായിട്ടാണ് ശരിക്കും ഈ ഫുഡ് ടെക്സ് ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മെയിനായിട്ടും അവർ ടേക്ക് അവേ ആണ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ പരിമിതമായ സീറ്റിംഗ് കപ്പാസിറ്റി ആയിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന ഒരു ബിരിയാണി റെസ്റ്റോറൻ്റായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം 35 പേരെ ഒരേ സമയത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു റെസ്റ്റോറൻ്റാണ് ഇവരിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊരു ഫാമിലി സംരംഭമാണ്. ഇതിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ശ്രീ ഷാജഹാനും അദ്ദേഹത്തിൻ്റെ വൈഫ് ശ്രീമതി സുൽഫിയുമാണ്. ഇവർ രണ്ടുപേരും ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആയിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഇവരുടെ 2 മക്കൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ശ്രീ സുഹൈൽ അതുപോലെ ശ്രീ ഫൈസൽ. ഇവരുടെ ഇൻസ്പിറേഷൻ്റെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് രൂപം കൊണ്ടത്. നമ്മുടെ ഈ ട്രിവാൻഡ്രത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് ബിരിയാണി കിട്ടുന്ന പല റെസ്റ്റോറൻറ്റ്സ് അതുപോലെ ടേക്ക് അവേ കൗണ്ടേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ എന്നാലും വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഈ ഫുഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റ് ഇവിടുത്തെ ബിരിയാണി പ്രേമികളുടെ നമ്പർ 1 ബിരിയാണി സ്പോട്ടായിട്ട് മാറിയത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഇതൊരു ഫാമിലി സംരംഭമാണ്. പിന്നെ ഇത് ഇവരുടെ സ്വന്തം റെസിപ്പിയാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകത അവിടെയുണ്ട്. ഇവിടെ ബിരിയാണി മാത്രമാണ് ലഭിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ മെനു കാർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പല ടൈപ്പ് ഓഫ് ബിരിയാണി ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിൽ അതിഭയങ്കരമായ തിരക്ക് വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നേരത്തെ എങ്ങി പോകുന്നു. അപ്പോൾ ദേ ഇവിടെ ഒരു ടേബിൾ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇവിടെ സാലഡ് അതുപോലെ പിക്കിൾസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന പിക്കിൾസാണ്, അതെല്ലാം റെഡിയായി. പിന്നെ ദേ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന ബിരിയാണി എത്തിക്കഴിഞ്ഞു. ഇവിടുത്തെ ഹൈലൈറ്റ് ബിരിയാണിയായ മട്ടൺ ബിരിയാണി, അതുപോലെ ബീഫ് ബിരിയാണി, പിന്നെ ചിക്കൻ ബിരിയാണി. വെജ് ബിരിയാണി ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ പക്ഷേ ഈ 3 ബിരിയാണിയാണ് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതുകൂടാതെ ചിക്കൻ ഫ്രൈയും വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഫുൾ ബിരിയാണി അതുപോലെ ഹാഫ് ബിരിയാണി അങ്ങനെ 2 രീതിയിൽ അവൈലബിൾ ആണ്. മട്ടൺ ബിരിയാണി മാത്രം ഫുൾ ബിരിയാണി ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. പല പ്രാവശ്യം ഞാൻ ഇവിടുത്തെ മട്ടൺ ബിരിയാണി ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാം. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ബിരിയാണി ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ബിരിയാണി എന്നും എൻ്റെ ഒരു ഫേവററ്റ് ഐറ്റം ആണെങ്കിലും അതിലെനിക്ക് എപ്പോഴും ഏറ്റവും ഇഷ്ടം മട്ടൺ ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ മട്ടൺ ബിരിയാണി തന്നെ ഒന്ന് കഴിക്കാം. അപ്പം ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് ചെയ്തേക്കുന്ന ഒരു ബിരിയാണിയാണെന്ന്. ഈ ഫുഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, ഇതും എനിക്ക് ആദ്യമായിട്ട് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഫുഡി കസിനായിട്ടുള്ള ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന സന്ദീപ് തന്നെയാണ്. സന്ദീപ് ഇതുപോലെയുള്ള സ്പോട്ടുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരാനുണ്ട്. സന്ദീപിന് ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ മൈ പോട്ട് ബെല്ലി എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. അതൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതുപോലെയുള്ള സ്പോട്ട്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം ഇനി ഞാൻ ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കട്ടെ. കണ്ടോ, ആ മട്ടൺ പീസൊക്കെ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. നല്ല സ്ലോ കുക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ അതിങ്ങനെ നല്ല ടെൻഡർ ആയിട്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം ആ പീസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആണ്. ആ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ആ റൈസ് മാത്രമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. ഇതും പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല, നല്ല ക്ലാസിക് ടേസ്റ്റാണ്. ആ മസാലയും എല്ലാം നല്ല രീതിയിൽ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. ഓവറായിട്ട് സ്പൈസി ഒന്നുമല്ല. പിന്നെ മീറ്റിൻ്റെ പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റുമാണ്. ഇതിനകത്ത് നല്ല രീതിയിൽ ബിരിയാണിയുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഈ പിക്കിളിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് ഇവർ തന്നെ ചെയ്തേക്കുന്ന പിക്കിളാണ്. ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ ചിക്കൻ ഫ്രൈഡേ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഈ ഒരു ബിരിയാണി കഴിക്കാനായിട്ട് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ഫ്രൈയും നല്ല രീതിയിൽ തന്നെ ചെയ്ത് നല്ല മസാലയൊക്കെ പിടിച്ചേക്കുന്ന ആ ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയൊക്കെ കഴിക്കുമ്പോഴേ ഞാൻ എപ്പോഴും ലൈം ജ്യൂസ് അതിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു ജിഞ്ചർ ലൈമാണ്. അപ്പോൾ ഈ ബിരിയാണിയുടെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. ഇവരുടെ മട്ടൺ ബിരിയാണി മാത്രം അത് ഫുൾ പ്ലേറ്റ് ആയിട്ടാണ് ഇവർ സെർവ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ ഫുൾ പ്ലേറ്റ് കഴിച്ചില്ല. കാര്യം എനിക്ക് ഇവിടുത്തെ ബീഫ് ബിരിയാണിയും കൂടെ ട്രൈ ഔട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാനത് പകുതിയാണ് കഴിച്ചേക്കുന്നത്. ബാക്കി പകുതി പാർസലാക്കുകയാണ്. ബീഫ് ബിരിയാണി ഞാൻ മിനി ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് മിനി ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത്
അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 പീസ് ബീഫുണ്ട്. പിന്നെ ഇതിൻ്റെ ആ റൈസിൻ്റെയൊക്കെ ടെക്സ്ചർ അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡാർക്കിഷ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് ഈ ബിരിയാണി ഇവർ സെർവ് ചെയ്തേക്കുന്നത്. നോർമലി ഞാൻ അങ്ങനെ ബീഫ് ബിരിയാണി അധികം കഴിക്കാറില്ല, പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ബീഫ് ബിരിയാണി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യണമെന്ന് എൻ്റെ കസിൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പീസ് കണ്ടോ, ആ മട്ടൻ്റെ പീസ് പോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം. ഇതും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്ലോ കുക്ക് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ ആ മസാലയൊക്കെ നല്ല രീതിയിൽ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈസിനും നല്ല ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതും ഓവർ സ്പൈസി ഒന്നുമല്ല, ഒരു സൂപ്പർ ബിരിയാണി. കൊള്ളാം കേട്ടോ. ഇവരുടെ ആ മട്ടൺ ബിരിയാണിയും അതുപോലെ ബീഫ് ബിരിയാണിയും രണ്ടും സൂപ്പർ ടേസ്റ്റ് ഉള്ള ബിരിയാണിയാണ്. പേഴ്സണലി എനിക്ക് എപ്പോഴും മട്ടൺ ബിരിയാണിയാണ് ഇഷ്ടം. ഇവിടെയും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് മട്ടൺ ബിരിയാണി തന്നെയാണ്. ഇത് ഒരു മിനി ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ മിനി ബിരിയാണി ആണെങ്കിലും ഇതിനകത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചിക്കൻ പീസ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ മുട്ടയുണ്ട്. മറ്റേ 2 ബിരിയാണിയിലും ഇവർ മുട്ട സെർവ് ചെയ്തിട്ടില്ല, പക്ഷേ ഈ ചിക്കൻ ബിരിയാണിയുടെ കൂടെ ഇവർ മുട്ട സെർവ് ചെയ്തു. ശിഖയാണ് ചിക്കൻ ബിരിയാണി ട്രൈ ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല രീതിയിൽ കുക്ക് ചെയ്തുണ്ടാക്കിയേക്കുന്ന ചിക്കൻ പീസൊക്കെ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ബിരിയാണി തന്നെയായിരുന്നു ഇതും. ഞാൻ ഏതാണെങ്കിലും ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ചതിന് ശേഷം ഇവിടുത്തെ സ്റ്റാഫുമായിട്ട് കുറച്ചു നേരം ഇൻട്രാക്ട് ചെയ്തതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പം നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ബിരിയാണിയാണ് ഞങ്ങൾ കഴിച്ചിട്ട് വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ എല്ലാ ബിരിയാണിയും നല്ല ടേസ്റ്റാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് മട്ടൺ ബിരിയാണിയാണ്. നമ്മൾ ചില നിക്കാഹിനൊക്കെ പോകുമ്പം അവിടെ കിട്ടുന്ന ആ ഒരു ബിരിയാണി ഇല്ലേ, എനിക്ക് അങ്ങനത്തെ ബിരിയാണി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്തു. നല്ല രുചികരമായിട്ടുള്ള ബിരിയാണി. ഒരുപാട് സീറ്റിംഗ് കപ്പാസിറ്റി ഒന്നും അവിടെ ഇല്ല, പക്ഷെ ഭയങ്കര തിരക്കാണ്. പാർസലിനും നല്ല തിരക്കാണ്, അതുപോലെ തന്നെ വന്ന് കഴിക്കാനായിട്ട് നല്ല തിരക്കാണ്. അപ്പൊ നേരത്തെ കുട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം ക്യൂ നിൽക്കാണ്ട് ഈ അടിപൊളി ബിരിയാണി കഴിക്കാൻ പറ്റും. ഞങ്ങളുടെ ഈ ബിരിയാണി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കണേ. നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ട് കമന്റ്സ് തരാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൊമിനിയോ ദീപക്സ് എന്ന ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഡൊമിനിയോ ദീപക്സ് എന്ന് പറയുന്ന ഒരു പേജ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ്, അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.